ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾക്ക് 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് വൺ എന്താണെന്ന് ചോദിച്ചാൽ, ദ പ്രൈസ് ആറ്റ് വിച്ച് ആൻ ആർട്ടിക്കിൾ ഈസ് ബോട്ട്. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ പ്രൈസിനെ വിളിക്കുന്ന പേരാണ് ഈസ് കോൾഡ്. എന്താണ് വിളിക്കുന്നത്? കോസ്റ്റ് പ്രൈസ്. അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് പ്രൈസ്. ഈ കോസ്റ്റ് പ്രൈസിനെ നമ്മൾ വിളിക്കുന്ന ഷോർട്ട് ഫോമിൽ വിളിക്കുന്നതാണ് CP. അപ്പം ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഒരു കോസ്റ്റ് പ്രൈസ് വേണം. സെക്കൻഡ് നമുക്ക് എന്ത് വേണം? ദ പ്രൈസ് അറ്റ് വിച്ച് an article is sold is called. അതിനെ എന്ത് വിളിക്കും? സോൾഡിനെ എന്ത് വിളിക്കും? സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് നമ്മളതിനെ SP എന്ന് വിളിക്കും. അപ്പം ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഒരു കോസ്റ്റ് പ്രൈസ് വേണം, CP, ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെല്ലിംഗ് പ്രൈസ്, ദാറ്റ് ഈസ് SP. ഇത് കൂടാതെ നമുക്ക് ഒരു കാര്യം കൂടെ വേണം. സംടൈംസ് നമുക്ക് എന്ത് വരും? ഓവർഹെഡ് ചാർജസ് വരും. ഓവർഹെഡ് ചാർജസ് മീൻസ് വാട്ട്? ഇൻ അഡീഷൻ ടു ദി കോസ്റ്റ് ഓഫ് ആൻ ആർട്ടിക്കിൾ, സം അഡീഷണൽ എക്സ്പെൻസസ് സച്ച് ആസ് ട്രാൻസ്പോർട്ടേഷൻ, ലേബർ, മെയിൻ്റെനൻസ് എക്സെട്ര ആർ പെയ്ഡ്. അതിന് വിളിക്കുന്ന പേരെന്താണ്? ഓവർഹെഡ് ചാർജസ്. ഓവർഹെഡ് ചാർജസിനകത്ത് നമ്മൾ ചെയ്യുന്ന മെയിൻ്റെനൻസ് ആകാം, ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആകാം, പിന്നെ ലേബർ, എന്തെങ്കിലും വർക്കുകൾ ലേബർ ചെയ്യുന്നതിന്റെ എമൗണ്ട് ആകാം, പിന്നെ എന്ത് വരും? മെയിൻ്റെനൻസ്. ഏത് രീതിയിലുള്ള മെയിൻ്റെനൻസിനും ഇതിനകത്ത് വരും? നമ്മുടെ ഓവർഹെഡ് ചാർജസിനകത്ത് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മൾ ടോട്ടൽ CP, അതായത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ്, നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ, നമ്മൾ ആർട്ടിക്കിൾ എത്ര രൂപയ്ക്കാണോ കോസ്റ്റ് പ്രൈസിൽ വാങ്ങിച്ചത് പ്ലസ് ഓവർഹെഡ് ചാർജസ് ഉണ്ടെങ്കിൽ അതും കൂടെ വരും, പ്ലസ് ഓവർഹെഡ് ചാർജസ്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ ഓർമ്മയിൽ ഇരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുന്നതിന് മുന്നേ പ്രോഫിറ്റിന്റെയും ലോസിനും ഒരു ഇക്വേഷൻസ് ഉണ്ട്. പ്രോഫിറ്റും ലോസിനും എങ്ങനെയാണ് ഇക്വേഷൻസ് എന്ന് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷനാണ് SP മൈനസ് CP. SP മീൻസ് വാട്ട്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. CP മീൻസ് കോസ്റ്റ് പ്രൈസ്. ഇനി നമുക്ക്, if the selling price of the article is more than its cost price, then the article is said to be profit or gain. അപ്പൊ എപ്പോഴാണ് പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്ന് പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ മോർ ദാൻ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ദാറ്റ് ടൈം വി ആർ ടെല്ലിംഗ് എന്ത് പറയും? ഇത് പ്രോഫിറ്റ് ആണെന്ന് പറയും. അപ്പൊ പ്രോഫിറ്റ് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷൻ, അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് SP മൈനസ് CP ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ ലോസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കുണ്ടായ നഷ്ടം. എങ്ങനെയാണ് ലോസ് സംഭവിക്കുന്നത്? CP മൈനസ് SP. ഈ ഇക്വേഷനിലാണ് നമ്മൾ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ലോസ് സംഭവിക്കുന്നത്? The selling price of an article is less than its cost price. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനെക്കാട്ടിൽ ലെസ് ആണെങ്കിൽ then the article is said to be sold at a loss. അപ്പൊ നമ്മൾ എന്ത് പറയും? നമ്മൾ കൊടുത്ത ആർട്ടിക്കിൾ ലോസ് ആയി പോയി എന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പം ലോസും പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഈ ഇക്വേഷൻസ് രണ്ടും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫൈൻഡ് ദ പ്രോഫിറ്റ് it earned in each case. അപ്പോൾ നമ്മൾ ഇവിടുത്തെ 2 കേസിലെ പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നു. ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം.
CP തന്നിട്ടുണ്ട് റുപ്പീസ് 3000. SP തന്നിട്ടുണ്ട് എത്രയാണ്? റുപ്പീസ് 3200. അപ്പോൾ CP 3000ഉം SP 3200ഉം. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? ഇത് പ്രോഫിറ്റ് ആണ്. അതായത് കോസ്റ്റ് പ്രൈസിനെക്കാട്ടിൽ കൂടുതൽ നമുക്ക് എന്തുണ്ട്? സെല്ലിംഗ് പ്രൈസ്, അത് SP ഉള്ളത് കാരണം നമുക്കറിയാം പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? SP മൈനസ് CP. ഇവിടെ SP എത്രയാണ്? റുപ്പീസ് 3200 മൈനസ് CP എത്രയാണ്? റുപ്പീസ് 3000. അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് റുപ്പീസ് 200. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ഈസ് ഏൺഡ് റുപ്പീസ് 200. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം. അതായത് ഫൈൻഡ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ഈച്ച് കേസ് എന്നുള്ള ഒരു കേസ് നമ്മൾ കണ്ടു. സെക്കൻഡ് കേസ് എന്താ നോക്കാം. CP ഈസ് ഈക്വൽ ടു റുപ്പീസ് 280. SP ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് റുപ്പീസ് 310. ഓവർഹെഡ് ചാർജ് എത്രയാണ്? റുപ്പീസ് 80. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? റുപ്പീസ് 280. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? റുപ്പീസ് 310. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഓവർഹെഡ് ചാർജസ് ആയിട്ട് റുപ്പീസ് 80 തന്നിട്ടുണ്ട്. അപ്പോൾ ഓവർഹെഡ് ചാർജസും ഉണ്ട്. ഫസ്റ്റ് നമ്മൾക്ക് ഇതെല്ലാം എഴുതാം. അപ്പോൾ ആദ്യം നമ്മുടെ എന്ത് കണ്ടുപിടിക്കണം? ഓവർഹെഡ് ചാർജസ് ഉള്ളത് കാരണം ടോട്ടൽ CP, അതായത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ്? നമ്മൾ വാങ്ങിച്ചത് റുപ്പീസ് 280 പ്ലസ് നമ്മൾ ഓവർഹെഡ് ചാർജ് അതിന് മുകളിൽ മുടക്കി അല്ലേ? അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ റുപ്പീസ് 280 പ്ലസ് റുപ്പീസ് 18 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ റുപ്പീസ് 298 ആണ് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടിയേ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? SP മൈനസ് CP, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. സോ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? റുപ്പീസ് 310 മൈനസ് കോസ്റ്റ് പ്രൈസ് എത്രയാണ്? നമ്മുടെ ഓവർഹെഡ് ചാർജസ് കൂടെ ആഡ് ചെയ്ത കോസ്റ്റ് പ്രൈസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്, റുപ്പീസ് 298. അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 310 298 സബ്ട്രാക്ട് ചെയ്താൽ 12. നമുക്കപ്പോൾ എത്ര പ്രോഫിറ്റ് ഏൺഡ് ആയി? പ്രോഫിറ്റ് ഏൺഡ് ഈസ് റുപ്പീസ് 12. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ ഈ രീതിയിലാണ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ ഫൈൻഡ് ദ ലോസ് ഇൻകേർഡ് ഇഫ് ദ CP ഈസ് 1000 റുപ്പീസ് 1200 ആൻഡ് ദ SP ഈസ് റുപ്പീസ് 1126. ഇവിടെ CP റുപ്പീസ് 1200 ആണ്, നമുക്ക് SP ആണ് 1000 എന്തായി മാറി? 1126. സോ നമുക്ക് എന്ത് മനസ്സിലാവും? ഇറ്റ് ഈസ് ലോസ്റ്റ്. സോ ലോസിന്റെ എന്താണ് കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. എങ്ങനെയാണ് ലോസ് കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ റുപ്പീസ് 1200 മൈനസ് റുപ്പീസ് 1126. നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? റുപ്പീസ് 74. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ലോസ് ഇൻകേർഡ് എത്രയാണ്? റുപ്പീസ് 74. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ. താങ്ക് യു.